അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മുഹറം മാസം ആഗതമാവാൻ പോകുന്നു. എല്ലാവരും ബിസ്മി എഴുതാൻ തയ്യാറായി നിൽക്കുകയാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ, ആമീൻ. ആദ്യമായ ഒരു കാര്യം ഉണർത്തുന്നു. ബിസ്മി അക്കമിട്ട് എഴുതാമോ? നമ്പർ എഴുതി ബിസ്മി എഴുതാമോ? വ്യക്തമായി പറയുന്നു. ബിസ്മി അക്കമിട്ട് എണ്ണമിട്ട് എഴുതുന്ന വീഡിയോ കണ്ടിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. എണ്ണമിട്ട് ബിസ്മി എഴുതി വെക്കരുത്. ശരിയായ രീതിയല്ല എന്ന് ഉണർത്തുന്നു. പരിശുദ്ധ ബിസ്മി മുഹറം 1 രാവിലോ അതിന്റെ പകലിലോ ഏത് സമയത്തും എഴുതാം. എങ്കിലും സുബ്ഹ് മുതൽ ഉച്ചവരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ എഴുതലാണ് ഏറ്റവും നല്ലത്. ഇനി രാത്രി സൗകര്യപ്പെടുന്നവർ രാത്രി എഴുതുക. പകൽ സൗകര്യപ്പെടുന്നവർ പകൽ എഴുതി വെക്കുക. ഇൻഷാ അല്ലാഹ്. 113 തവണയാണ് ബിസ്മി എഴുതേണ്ടത്. ഇടയിൽ വെച്ച് എണ്ണി നോക്കുന്നത് എണ്ണം തെറ്റാതിരിക്കാൻ വളരെ നല്ലതാണ്. 113 തവണ എഴുതി കഴിഞ്ഞാൽ 113 തവണ ബിസ്മി ചൊല്ലി ആ കടലാസിൽ തന്നെ മന്ത്രിച്ചു വെക്കൽ വെരി എഫക്റ്റീവ് ആണെന്ന് ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിയുന്നവർ 113 തവണ ബിസ്മി പതിവാക്കലും വളരെ നല്ലതാണ്. നിർബന്ധം ഇല്ല. ചൊല്ലുന്നവർ കടലാസിൽ നോക്കി ചൊല്ലേണ്ടതുമില്ല എന്ന് എല്ലാവരെയും ഉണർത്തുന്നു. ബിസ്മി എഴുതുന്ന വീഡിയോ കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, ബിസ്മി എഴുതുന്ന രൂപം എല്ലാവരും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇതുപോലെ ഒറ്റ അക്ഷരമായിട്ടാണ് ബിസ്മി നിങ്ങൾ എഴുതേണ്ടത്. ഹർക്കത്തുകൾ ഒന്നും ഇടാതെ എഴുതുക. ഒരു വട്ടം കൂടി കാണിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ റഹ്മാനിലെ മീമിന് അലിഫ് ഇടാതെ ആണ് എഴുതേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കുക. ടോട്ടലി 19 അക്ഷരങ്ങൾ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ്.